ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വെൽക്കം ബാക്ക് ടു ജാസൂസ് വ്ളോഗ്. ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്ന് പറയുന്നത് ഞങ്ങൾ ക്രിസ്മസ് ഒക്കെ ആയിട്ട് കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്തു. ആമസോണിൽ പർച്ചേസ് ചെയ്ത കുറച്ച് ഐറ്റംസ് ആണ് കാണിക്കുന്നത്. ക്രിസ്മസ് ഡെക്കർ ഐറ്റംസ് ആണ്. അത് ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ വേറൊരു ഇതിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ സംഭവമൊന്നുമല്ല, ഒരു കുറച്ച് ഐറ്റംസ് മേടിച്ചു. അത് നിങ്ങൾക്ക് കാണിക്കാമെന്നാണ് വിചാരിക്കണേ. സോ വെൽക്കം ടു ദിസ് വീഡിയോ. ഓക്കെ, ആദ്യം ഞങ്ങൾ മേടിച്ചത് ഈ സ്മോൾ ക്രിസ്മസ് റീത്താണ്. ആക്ച്വലി നോർമലി കാണുന്ന റീത്തിൻ്റെ പോലെയല്ല, ഒരു കാർഡ്ബോർഡ് പീസിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് ഞാനിതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വലിയ പ്രൈസ് വരുന്നില്ല. പക്ഷെ ഇതിൻ്റെ ക്വാളിറ്റി വൈസ് ചോദിക്കുകയാണെങ്കിൽ ഈ മെരി ക്രിസ്മസ് കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ ക്രിസ്മസ് റീത്ത് ഞാൻ എടുത്ത് വെച്ചതാണ്. ഇതിൻ്റെ ക്വാളിറ്റി വൈസ് ചോദിക്കുകയാണെങ്കിൽ കട്ടിയുണ്ട്. പക്ഷേ ഒരു ക്രിസ്മസ് റീത്തായിട്ട് ഇവിടെ തന്നെ ഇത് പ്ലേസ് ചെയ്യണമെന്ന് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. കാരണം കുറച്ചും കൂടെ ഫോട്ടോയിലുള്ളതിനേക്കാളും കുറച്ചും കൂടെ ഞങ്ങളെ അത്ര സാറ്റിസ്ഫൈ ചെയ്യാത്തൊരു പ്രൊഡക്റ്റാണ് ഇത്. പക്ഷെ എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്തിടാൻ, ഈ ഫ്രണ്ടിൽ ക്രിസ്മസ് റീത്തായിട്ട് വെക്കാൻ പറ്റത്തില്ല, പക്ഷെ എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്തൊക്കെ ഇടാനായിട്ട് നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇനി നമുക്ക് അകത്ത് നമ്മൾ എന്തൊക്കെയാ വാങ്ങിച്ചതും അത് ഡെക്കറേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം. അടുത്തത് ഞങ്ങൾ മേടിച്ച പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ 2 സോക്സ് ആണ്. ആക്ച്വലി സ്പീക്കിംഗ് ഈ സോക്സിൻ്റെ ക്വാളിറ്റി വൈസ് നമ്മൾ ഫോട്ടോയിൽ കണ്ട പോലെയല്ലായിരുന്നു. അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല. പക്ഷേ ഫോട്ടോയിൽ 3 സോക്സ് ഉണ്ടെന്നാണ് കാണിച്ചത്. പക്ഷെ വന്ന് ഞങ്ങൾക്ക് 2 സോക്സ് ആണ്. പക്ഷെ ഇങ്ങനെ ഹാങ് ചെയ്തിടുമ്പോൾ ഇതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. ഇതിലുള്ള ബാക്കി ഡെക്കറേഷൻസ് ഞങ്ങൾ ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്തതാണ്. അത് ആമസോണിൽ നിന്ന് മേടിച്ചല്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന തന്നെ നമ്മൾ കിട്ടിയിട്ടതാണ് അതിൻ്റെ കൂടെ. ഇത് മാത്രമാണ് ആമസോണിൽ നിന്ന് മേടിച്ചത്. അത് ഞങ്ങളിങ്ങനെ ഒരു രീതിയിൽ ഒരു ക്രിസ്മസ് സ്റ്റൈലിംഗ് ചെയ്തു. ഇവിടെ നമ്മുടെ വീടിൻ്റെ എൻട്രൻസിൽ നിന്ന് നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്ന സ്ഥലത്താണ് ഇത് ചെയ്തേക്കണേ. അപ്പോൾ സോ പ്രൊഡക്റ്റ് വൈസ് ഇങ്ങനെ നമുക്ക് ഫോട്ടോയിലും ഒക്കെ കാണുമ്പോൾ നല്ലതാണ്. പക്ഷേ ക്വാളിറ്റി വൈസ് എനിക്ക് അത്ര ഇതല്ല. പക്ഷെ ഒരു ഷോ പീസായിട്ട് ഇത് കൊള്ളാം. അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനൊരു ടേബിൾ ഡെക്കറാണ്. ഇങ്ങനെ നമുക്ക് പ്ലേസ് ചെയ്ത് നമുക്ക് ടീപ്പോയിലോ അല്ലെങ്കിൽ ഡൈനിങ് ഹാളിലെ ടേബിളിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഡെക്കറാണ്. ഇത് ആക്ച്വലി ഭയങ്കര വേർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇത് നല്ല രസമുണ്ട് കാണാനായിട്ട്. അതായത് ഇതെല്ലാം സെപ്പറേറ്റ് പീസസ് ആയിരുന്നു. ജസ്റ്റ് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുത്താൽ മതിയായിരുന്നു. മെരി ക്രിസ്മസ് എന്ന് എഴുതിയിട്ടുള്ളത്. ഞങ്ങൾ പ്ലേസ് ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ്. നമ്മുടെ ഗസ്റ്റ് റൂമിൽ വരുന്ന സ്പേസിലാണ് വെക്കുന്നത്. നമ്മുടെ ഓരോരുത്തരും ഇഷ്ടം കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു വിരി വിരിച്ച് അതിൻ്റെ മുകളിൽ പ്രൊഡക്റ്റ് വെക്കാം. അതിൻ്റെ കൂടെ എന്തെങ്കിലും കാൻഡിൽസ് വെക്കണമെങ്കിൽ അത് നമ്മുടെ ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ്. നമ്മളിതിവിടെ പ്ലെയിൻ ആയിട്ടാണ് വെക്കുന്നത്. ഇപ്പം നമ്മൾ കാണിച്ച ടേബിൾ ഡെക്കർ നമുക്ക് ആക്ച്വലി ഈ അക്വേറിയത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ വയേഴ്സ് ഉള്ളതുകൊണ്ട് അത് എത്രമാത്രം നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഭംഗി ഉണ്ടാവുമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ തിരിച്ച് ടീപ്പോയിൽ തന്നെ വന്നത്. ചിലപ്പോൾ ക്രിസ്മസിൻ്റെ അന്നൊക്കെ ആകുമ്പോഴത്തേനും ചിലപ്പോൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്ലേസ് മാറാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഞങ്ങൾ മേടിച്ച എനിക്ക് ഒരു പേജ് അയച്ചു തന്ന ഒരു പ്രൊഡക്റ്റാണ് കാണിക്കുന്നത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്രൊഡക്റ്റാണ്. ആക്ച്വലി ഇതൊരു ഹാൻഡ് മെയ്ഡ് കാൻഡിലാണ്. ക്രിസ്മസിൻ്റെ ഷേപ്പിലുള്ള അവർ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം അവരുടെ നല്ല ക്വാളിറ്റി വൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത്ര അധികം പ്രൈസ് ഒന്നുമില്ല. ഈ 2 കാൻഡിൽസിനും കൂടെ അറൗണ്ട് തോന്നുന്നു 200 ആ റേഞ്ചാണുള്ളത്. പക്ഷെ അതിനുള്ള വെർത്ത് ഉണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ചെറിയ സ്മെല്ലും ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്പേസിൽ ഇവിടെ വെക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ഈ കാണിച്ച കാൻഡിൽസ് ആമസോൺ അല്ല, അതൊരു ഇൻസ്റ്റാഗ്രാം പേജാണ്. ഈ തൊട്ട് താഴെ ഇരിക്കുന്ന ഈ സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഈ വലിപ്പക്കുള്ള ഈ സ്റ്റാൻഡോ എന്താണ് ഇതിന് പറയാ, ഒരു പ്ലൈവുഡ് മെറ്റീരിയൽ കൈൻഡ് ഓഫ് ഇതാണ്. ഞാൻ ലിങ്ക് ഇട്ടേക്കാം, അതിന്റെ ഡീറ്റെയിൽസ് അതിന് കാണും. ഇത് ഞങ്ങൾ ആമസോണിൽ നിന്ന് മേടിച്ചാണ്. എനിക്ക് തോന്നുന്നു 1300 അറൗണ്ട് ആ റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. അന്ന് ഞങ്ങൾ വാങ്ങുമ്പോൾ ആ റേറ്റ് ആയിരുന്നു. പക്ഷെ ഇത് ഭയങ്കര അടിപൊളി പ്രൊഡക്റ്റ് ആണ്. നമ്മൾ ഇതിൽ കാൻഡിൽസും ഇതിൽ നമ്മുടെ പ്രാർത്ഥനാ പുസ്തകങ്ങളൊക്കെയാണ് വെക്കുന്നത്. ആകെ ഒരു ഡിസോർഡർ ആയിരുന്നു. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ഇത് കിട്ടിയപ്പോൾ ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് നമ്മുടെ പ്രയർ ഏരിയ വെക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്ത പ്രൊഡക്റ്റ് ആട്ടോ. ഇതും ഞങ്ങൾ ആമസോണിൽ നിന്ന് മേടിച്ചു തന്നെയാണ്. ഓക്കെ, ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ഡൈനിങ് ഏരിയയുടെ ഒരു ഡെക്കറാണ്. ചെറിയൊരു ഡെക്കറാണ്. ആക്ച്വലി സ്പീക്കിംഗ് ഞാൻ ടേബിൾ റണ്ണേഴ്സോ അതൊക്കെ ഇട്ടിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നമ്മുടെ കയ്യിലുള്ള സംഭവങ്ങൾ കൊണ്ട് തന്നെ എങ്ങനെ ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് ചെറിയൊരു ഐഡിയയിൽ വന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ആമസോണിൽ നിന്ന് മേടിച്ച 1-2 പ്രൊഡക്ട്സ് അത് സ്റ്റൈൽ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ വാങ്ങിച്ച പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഈ ടേബിൾ കാൻഡിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ്. ഇത് 2 എണ്ണം ഉണ്ട്.
പക്ഷെ ഞാനൊരിക്കലും ഒരു ടേബിൾ കാൻഡിൽ വെക്കാൻ വിചാരിക്കുന്ന ആൾക്കാർക്ക് ഞാനിത് ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. കാരണം ഇത് വളരെ ലോ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. ഇത് ജസ്റ്റ് ഒരു ഷോ പീസ് ആയിട്ട് മാത്രം വെക്കുന്നതാണ്. ഇതിൽ കാൻഡിൽ വെച്ച് നോക്കിയപ്പോഴായാലും വെയിറ്റ് താങ്ങുന്നില്ല. നമ്മൾ ഫോട്ടോയിൽ കാണുന്ന പോലെയുള്ള ഒരു ബലം ഇതിനില്ല. വന്നപ്പോഴും വളഞ്ഞതൊക്കെ ആകെയായിട്ടാണ് വന്നത്. അതുകൊണ്ട് ഞാനിത് ഒരിക്കലും വാങ്ങാനായിട്ട് സജസ്റ്റ് ചെയ്യില്ല. അതല്ല, പകരം നിങ്ങൾക്ക് ഒരു ഷോ കേസിൽ ഒരു പീസായിട്ട് വെക്കാനോ അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിത് ആക്ച്വലി മേടിച്ചത് ഞങ്ങളുടെ പ്രയർ റൂമിൽ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അവിടെ ഇത് നമ്മൾ വലിയ കാൻഡിൽ വെക്കുകയാണെങ്കിൽ അത് ഒരിക്കലും നിൽക്കത്തില്ല. കുഞ്ഞ കാൻഡിൽസ് തന്നെ വെച്ചാലും ഭംഗിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടേബിളിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളരെയധികം ഭയങ്കര സെറ്റപ്പിലൊന്നും ടേബിൾ സെറ്റ് ചെയ്തിട്ടില്ല. ഒരു മിനിമൽ ആയിട്ടുള്ള രീതിയിൽ ആണ് സെറ്റ് ചെയ്തത്. അപ്പോൾ ഇത് ആ ഫ്ലവേഴ്സിന്റെ അപ്പുറത്തിപ്പുറത്തായിട്ട് വെച്ചു. അടുത്തത് ഞാൻ മേടിച്ച പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഈ ഫ്ലവേഴ്സ് ആണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ആ കൊടുത്ത പ്രൈസിനുള്ള ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് എനിക്ക് കിട്ടിയില്ല. ഇതിലെനിക്ക് തോന്നുന്നു 6 ഫ്ലവേഴ്സ് ആണ് എനിക്ക് കിട്ടിയത്. പക്ഷെ എന്നാലും ഈ ഫ്ലവേഴ്സിന്റെ ക്വാളിറ്റി വൈസ് ഇത് അടിപൊളിയാണ്. ഇത് ഒരുമിച്ച് നമുക്കൊരു നല്ലൊരു ഫ്ലവേഴ്സിൽ വെക്കാം. ഇതിപ്പോൾ ഞാൻ വെച്ചാൽ നമുക്ക് ഇവിടെ ഫ്ലവർ വേസ് ഇല്ലാണ്ടല്ല, എനിക്ക് തോന്നി ഈ കൊറോണയുടെ ബോട്ടിൽസിൽ യൂസ്ഡ് ആയിട്ടുള്ള ബിയർ ബോട്ടിലിൽ ഇങ്ങനെ വെച്ചപ്പോൾ എനിക്ക് കുറച്ചും കൂടെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. ഇത് വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ, ഇങ്ങനെ നമുക്ക് വെക്കാലോ എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് ഈ ഫ്ലവേഴ്സ് വെക്കുന്നത്. ഫ്ലവേഴ്സിന്റെ കൂടെ വെച്ചിട്ടുള്ള ഗ്രീൻ ഇതെന്ന് പറയുന്നത് ക്രിസ്മസ് ട്രീ എന്ന് പറഞ്ഞു പോകുന്ന സംഭവങ്ങൾ ഞാനത് ലീവ്സിന് പകരമായിട്ട് തന്നെ വെക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഒരു റിബൺ വെച്ച് ടൈ ചെയ്തു. ഇതിൽ വെച്ചിട്ടുള്ള ഈ ക്രിസ്മസ് ട്രീ ഇത് കഴിഞ്ഞ വർഷത്തെയാണ്. ഈ റിബൺ കഴിഞ്ഞ വർഷത്തെ റീത്തുമത്തെയാണ്. ബാക്കി ഈ ഫ്ലവേഴ്സും ഈ 2 കാൻഡിലിന്റെ ഹോൾഡേഴ്സും മാത്രമാണ് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. പക്ഷെ ഈ ഫ്ലവേഴ്സ് ഭയങ്കര വർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ക്രിസ്മസ് ഹോൾ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. വലിയ സംഭവങ്ങളൊന്നുമില്ല, കഴിഞ്ഞ വർഷത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ വെച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കുറച്ചും കൂടെ ഒരു അഡീഷണൽ 1-2 കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മേടിച്ചു. അപ്പം ഇതിന് ലിങ്ക്സ് ഒക്കെ ഞാൻ കൊടുത്തേക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് എന്ന് പറയാനൊന്നുമില്ല, ലിങ്ക്സ് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് അതിനകത്ത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ, till then, bye and wish you Merry Christmas in advance.